ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി എന്താ പറയുക, ഒരു ക്ലിനിക്കൽ പെർഫോമൻസ് അല്ലേ. നമ്മൾ തുടക്കം പറയുകയാണെങ്കിൽ ബോളിംഗ് ആയാലും അഖീൽ ഹുസൈൻ, നൂർ അഹമ്മദ്, ഗുർജൻ സിംഗ് എല്ലാവരും നല്ലൊരു ലെങ്ത് ആൻഡ് ലൈനും. അഖീൽ ഹുസൈനൊക്കെ ടോപ്പ് റേറ്റഡ് ആയതാണ്. അത് 4.75 റൺ റേറ്റിൽ, എക്കണോമി റേറ്റിലാണ് അദ്ദേഹം ബോൾ ചെയ്തത്. 1 വിക്കറ്റ് എടുത്തുള്ളൂ. നൂർ മുഹമ്മദ് അതുപോലെ 3 ഓവറെ 22 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. നല്ല ബോളിംഗ് പിച്ചാണ്. ഓഫ് കോഴ്സ് ബോളിംഗ് പിച്ചാണെങ്കിലും നമ്മുടെ ബോളേഴ്സ്, ചെന്നൈയിലെ ബോളേഴ്സ് സൂപ്പർബായിട്ട് ബോൾ ചെയ്തൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവരെ 155 ഒതുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ടുള്ള ബാറ്റിംഗ്, എന്താ ഇപ്പോൾ പറയുക, സഞ്ജുവിൻ്റെ പ്ലേ ഒരു നല്ല സ്മൂത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഷോട്ട്സൊക്കെ കാണാൻ നമുക്ക് അറിയാം. നല്ല ക്ലിയർ ആയിട്ടാണ് ഓരോ ഷോട്ട്സ് ആയിട്ട്. ഫസ്റ്റ് ബോൾ ചെയ്ത് ഫസ്റ്റ് ഓവറിൽ തന്നെ ഓവർ കവറിലൂടെ ഒരു സിമ്പിൾ ഫ്ലിക്ക്, സിഫല്ല, ജസ്റ്റ് ഒരു ടച്ചാണ് അത് കവേഴ്സിൻ്റെ മേളിൽ കൂടെ അടിച്ച ഷോട്ട്. എക്സലൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ കളി എന്ന് വെച്ചാൽ. ഉറപ്പായിട്ടും അദ്ദേഹം വൺ ഡേ ടീമിൽ കാണണം വേൾഡ് കപ്പിലേക്ക്. കാരണം അതുപോലെ വെൽ മാനേർഡ് ഫോമിലാണ് അദ്ദേഹം, സൂപ്പർ ഫോമിലാണ്. അതുപോലെ ടീമിനൊരു എന്താ പറയുക, ഒരു സ്ട്രെങ്ത് ആയിരിക്കും. നമ്മൾ വേൾഡ് കപ്പിൽ ചേരുവാണെങ്കിൽ, സഞ്ജുവിനെ എടുക്കുവാണെങ്കിൽ, ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഗൗതം ഗംഭീർ അതിന് വേണ്ടിയുള്ളൊരു ഇതിനും വേണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ കളിയിൽ സഞ്ജു 87 റൺസ് എടുത്തു. 52 ബോളിൽ സപ്പോർട്ടായിട്ട് ഉർവിൽ പട്ടേൽ ഒരു ചെറിയൊരു ക്യാമിയോ കളിച്ചു. അദ്ദേഹത്തിൻ്റെ 2 6 ടോപ്പ് റേറ്റഡ് 6 ആയിരുന്നു. അതിലൊരെണ്ണം കളിച്ചൊരു ഷോട്ട് സൂപ്പർബായിരുന്നു, ലെഗ് സൈഡിലോട്ട് ഷോട്ട് അടിച്ചത്. പിന്നെ അതുപോലെ തന്നെ കാർത്തിക് ശർമ്മ, ഒരു പുതിയൊരു വളർന്നു വരുന്നൊരു പയ്യൻ എന്ന് പറയാം. അദ്ദേഹത്തിന് കഴിഞ്ഞ കളിയിലും സപ്പോർട്ട് ചെയ്തു രുദ്രാജിനെ, ഈ കളിയിലും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തു. ഓഫ് കോഴ്സ് സഞ്ജുവിനൂടെ നിൽക്കുമ്പോൾ തന്നെ പകുതി പണി കുറഞ്ഞു കിട്ടുമെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പം ഇപ്പോൾ 10 പോയിൻറ്റുമായിട്ട് ചെന്നൈ നിൽക്കുകയാണ്. നമുക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്കെല്ലാവർക്കും? ചെന്നൈ 4 എത്തുമെന്ന് തോന്നുന്നുണ്ടോ പ്ലേ ഓഫ്സിൽ? എനിക്ക് തോന്നുന്നു പ്ലേ ഓഫ്സിൽ എത്താൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനൊരു കളിയാണെങ്കിൽ എല്ലാവരും ഇനി ബ്രവിസും ദുബൈയും കൂടെ ഉള്ള ഫോമിലാകാൻ. നല്ലൊരു ബോളിംഗ് ലൈൻ, നമുക്ക് തുടക്കത്തിൽ ബോളിംഗ് ലൈനപ്പ് വെറും മോശമായിരുന്നു. ഇപ്പോൾ പക്ഷേ ബോളിംഗ് ലൈനപ്പ് കിട്ടുമായി. ഇപ്പം നല്ലൊരു വെൽ സ്ട്രെങ്ത് ആയിട്ടുള്ള ടീമായി, ബാലൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ചെന്നൈ പ്ലേ ഓഫ്സിൽ കയറട്ടെ. ഫസ്റ്റ് 4 ടീംസായിട്ട്. ബാക്കിയുള്ള പഞ്ചാബ് തോറ്റു, കഴിഞ്ഞ കളിയിൽ SRH തോറ്റു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചെന്നൈക്ക് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു.